ഹലോ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ വർഷം വരെ എക്സാം വൈ ലേണിംഗ് 8, 9, 10th ക്ലാസ്സിലെ സ്റ്റുഡൻസിനായിരുന്നു ഫൗണ്ടേഷൻ കോഴ്സ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വരുന്ന വർഷം മുതൽ 2024 മുതൽ നമ്മൾ 6th and 7th കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ 7th സ്റ്റാൻഡേർഡിലേക്കുള്ള ഒരു പുതിയ സ്റ്റുഡൻറ്റിനെ പുതിയ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റും പാരന്റുമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നമുക്ക് അവരെ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. യെസ്, എന്തായിരുന്നു പേര്? എൻ്റെ പേര് അൻസഫ് അസ്ലി. ഞാൻ സാൻഡി ഫൗണ്ടേഷൻ ലേണിംഗിന്റെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ പാരന്റ് ഒന്ന് പരിചയപ്പെടാം. മൈസെൽഫ് ഡോക്ടർ നസീഫ് PP, വൈസ് പ്രിൻസിപ്പൽ മൗലാന കോളേജ് ഓഫ് ഫാർമസി, പെരിന്തൽമണ്ണ, മലപ്പുറം. യെസ്, അപ്പോൾ അക്കാഡമിക്കലി ഒക്കെ ഏറ്റവും നന്നായിട്ടുള്ള ഒരു പാരന്റ് ആൻഡ് സ്റ്റുഡൻ്റ് ആണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ +1, +2 ഈ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ആലോചിക്കേണ്ടത് എന്നുള്ള ചിന്തയിൽ നിന്ന് ഈ എക്സാം വൈയുടെ പല വീഡിയോസും ബാക്കിയൊക്കെ കണ്ടിട്ട് കുട്ടികൾക്ക് വളരെ ഫ്രീ ആയി പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ ഫ്രീ ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടി തന്നെയാണ് ഈ എക്സാം വൈയിലേക്ക് നമ്മൾ സമീപിച്ചിട്ടുള്ളത്. കുറെ ട്യൂഷൻ ആയിക്കൊണ്ടോ അല്ലെങ്കിൽ കുറെ കുട്ടികൾക്ക് ബേർഡൻ കൊടുക്കാന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതല്ല, മറിച്ച് അവർ ഫ്രീ ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു അഡീഷണൽ ആയിട്ട് ഇപ്പോൾ സ്കൂളിൽ തന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ പുറമെ പിന്നെ ഫ്യൂച്ചറിൽ ഏത് എക്സാമുകൾ എഴുതിയാലും അതിനൊരു ഫൗണ്ടേഷൻ കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് പറയാറുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളത്. ഒരു 7ാം ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ തന്നെ ചേർക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഒന്ന്, കുട്ടികൾ ഇത് ആസ്വദിക്കണം എന്നുള്ളതാണ്. മറ്റേത് ഈ +1, +2 നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പൊ ഇത് മേ ബി കിട്ടാതിരിക്കാം. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. അതൊക്കെ ഓരോ വിധി അനുസരിച്ചും പഠിച്ചോനെ അങ്ങനെ തീരുമാനിച്ചതനുസരിച്ച് പറ്റും. പക്ഷെ എന്ത് കാര്യം പഠിക്കുമ്പോൾ കുട്ടികൾ ആസ്വദിച്ച് അതിന്റെ ഒരു കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കുന്ന ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുകയാണ്, പുതിയ ടീച്ചേഴ്സിനെ പരിചയപ്പെടുകയാണ്, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുകയാണ്. അതൊക്കെ കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്കൊണ്ട് അൻസിഫ് സയൻസ് ആൻഡ് മാത്സ് ഇഷ്ടമുള്ള ആളാണ്. ഫ്യൂച്ചറിൽ എന്താണ് ആഗ്രഹം? ഞാൻ IIT മദ്രാസിൽ പഠിക്കാനാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് IIT മദ്രാസ് തിരഞ്ഞെടുക്കാൻ? സാൻഡിൽ നിന്ന് കിട്ടിയ പ്രചോദനം കാരണമാണ് തിരഞ്ഞെടുക്കാൻ കാരണം. ക്ലാസ്സുകൾ കേട്ടിരുന്നു മുന്നേ IIT കുറിച്ച് എവിടുന്ന് എക്സാം വൈയിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഫ്യൂച്ചറിൽ ഒരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹമായിട്ടുള്ളത്. അപ്പൊ ഒരു എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോഴേ മുതലേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു രൂപം അൻസിഫിന് ഇഷ്ടപ്പെട്ടോ? പ്രത്യേകിച്ച് ഒരു 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും വലിയ വലിയ ക്ലാസ്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഭയങ്കര കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വന്നതാണോ, അതല്ല ഏറ്റവും ആസ്വാദകരമായിട്ടുണ്ട് തന്നെ അത് പഠിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? ഇഷ്ടപ്പെട്ട സയൻസ് ആണ്. സയൻസിന്റെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? വളരെ നല്ല ക്ലാസ്സുകളാണ്. വളരെ ചെറിയ ചെറിയ ക്ലാസ്സുകളാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഓരോ ക്ലാസ് കണ്ടു കഴിഞ്ഞാലും നമുക്കറിയാം അതിന് തൊട്ടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ് അതിന്റെ അവസാനത്തിൽ നമുക്ക് പിന്നെ യൂണിറ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ടും സ്കൂളിൽ നമുക്കറിയാം ഒരു പിന്നെ റിട്ടേൺ എക്സാം എഴുതിയ ശീലമേ ഉണ്ടാവുള്ളൂ. പുതിയ ഒരു കുട്ടി ഒരു പുതിയൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു മെത്തേഡിലേക്ക് അവിടെ മാറുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ കോമ്പറ്റീഷൻ ടൈപ്പാണ്, MCQ ടൈപ്പാണ്. കുട്ടികൾക്ക് അതൊന്നും ഒരു പക്ഷേ സ്കൂളിൽ തീരെ ശീലം ഉണ്ടാവില്ല. ആ ഒരു ട്രാക്കിൽ കയറുവാൻ ചെറിയൊരു സമയം സ്വാഭാവികമായിട്ടും എടുത്തുനിന്ന് വരും. എങ്കിൽ പോലും അവരത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാർ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചറിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. യെസ്, മെന്റർഷിപ്പ് ഉണ്ട് അറിയാലോ. ആരാണ് മെന്റർ? അൻഷ മാമാണ്. എങ്ങനെയാണ് മെന്റർഷിപ്പ് ഇതിന് ഹെൽപ്പ് ചെയ്യുക സാറിന്റെ ഒരു അഭിപ്രായത്തിൽ? എങ്ങനെയാണ് യഥാർത്ഥത്തില് പിന്നെ ഇവര് മെന്ററും പാരന്റ്സും ആണ് പിന്നെ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീഡിയോ വന്നോ 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവരെ മദറിന്റെ ഗ്രൂപ്പിനാണ് വരിക. അത് വന്നത് അവരോട് പറയണം. സ്വാഭാവികമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉള്ള ഇതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോ എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് ഇപ്പോൾ വൈഫൊക്കെ പറഞ്ഞ അഭിപ്രായത്തിൽ പാൻഷാമെന്നാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി പറയാം. അത് ഭയങ്കര ഒരു പിന്നെ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഓരോരുത്തരുടെ രീതികൾ ഉണ്ടാവും. എന്റെ വൈഫാണ് പഠനത്തിൽ ഏറ്റവും കൂടുതൽ വരെ ശ്രദ്ധിക്കലും ബാക്കിയൊക്കെ ഉള്ളത്. അതിലെനിക്ക് പൊതുവെ പറയാനുള്ളത് വെച്ചാല് ഈ പാരന്റ്സ് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കുട്ടികളുണ്ടാവും. അതില്
അവരെത്ര ശ്രദ്ധിക്കുന്നുണ്ടോ അതാണ് ആ കുട്ടികളെ വിജയം എന്നുള്ളത്. സ്വാഭാവിക അതിന് സപ്പോർട്ടായിട്ട് ഒരു മെന്ററും കൂടി കിട്ടുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു സംഗതി ഉള്ളത്. നേരത്തെ ഇത് പറഞ്ഞ എക്സാം കണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആൻസർ സംസാരിച്ചപ്പോ മൈനസ് മാർക്കുള്ള വിവരം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എക്സാമിനാണ് അല്ലെ ഇപ്പൊ ആദ്യം മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട് എന്നുള്ളത് 7ാം ക്ലാസ് കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ വലിയൊരു തിരിച്ചറിവാണ്. എഴുതിന് മാത്രമല്ല മാർക്ക് കിട്ടുക, തെറ്റായി കഴിഞ്ഞാൽ മൈനസ് സംഗതി ഇതാണ്. അതുകൊണ്ട് പിന്നെ മൈനസ് കിട്ടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയത് നമ്മളിവിടെ പറയണം. മൈനസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഒരു അപ്പൊ എന്നോട് പറഞ്ഞതാണ് മൈനസ് മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അവന് മൈനസ് കിട്ടിയപ്പോഴാണ് ഇതുള്ളത്. അപ്പൊ പക്ഷെ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ അവരെ ഓരോ താല്പര്യപൂർവ്വം ചെയ്യണ ടെക്നിക്കലി ഫിറ്റ് ആയി കിട്ടുക എന്നുള്ളതും ഈ മെന്റർ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോ സബ്മിറ്റ് ആയില്ല അല്ലെ, അങ്ങനത്തെ എന്തോ ഇഷ്യൂ ബാക്കി വന്നത്. പക്ഷെ അതൊക്കെ കുട്ടികളുടെയാണ് അത് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മെന്റർഷിപ്പ് നല്ലൊരു ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് കൊണ്ട് വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കുട്ടികൾക്കിടയിൽ നോക്കാൻ അത്രയധികം സമയം ഒരുപക്ഷെ കിട്ടിക്കൊള്ളണമെന്നില്ല. സ്വാഭാവികമായിട്ട് കുട്ടികളും തന്നെ ചില സമയത്ത് ഡൗൺ ആകുന്ന സമയത്ത് അവരെ കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ആ മെന്റർഷിപ്പ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ ബന്ധം കുട്ടികൾക്ക് മെന്ററിനാണ് എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ 2-3 വർഷത്തെ നല്ലൊരു പിന്നെ ചരിത്രം നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന സമ്മാനത്തെക്കാൾ കൂടുതൽ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മെന്റേഴ്സിനാണ് തയ്യാറുള്ളത് കുട്ടികൾ കൊടുക്കുന്നത്. കാരണം അത്ര നല്ലൊരു അറ്റാച്ച്മെന്റ് ഒരു പല കുട്ടികളും എൻ്റെ ഉമ്മയെ പോലെ അമ്മയെ പോലെയാണ് മെന്റർ എന്ന് പറയുന്ന രൂപത്തിൽ എന്തിട്ടുണ്ട് നമ്മുടെ മെന്റർഷിപ്പ് കൊണ്ടുവരാൻ ഇതിന്റെ സാധിച്ചിട്ടുണ്ട്. അവിടെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പല സ്ഥലങ്ങളിലെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനെ പിന്നെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു അവസ്ഥ. യഥാർത്ഥത്തിൽ സാൻഡിയിൽ അത് വരുന്നില്ല. ഇപ്പോ ടീച്ചർ ആ മാത്സ് ഞങ്ങൾ പ്രശ്നമില്ല, അത് ഞങ്ങൾ ഇന്ന ഇതിൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഞങ്ങൾ ഓൾറെഡി ചെയ്തതാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ റെഗുലർ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുകയും പിന്നെ മറ്റുള്ള മെറ്റീരിയൽസ് കിട്ടണ ഉപയോഗിക്കുക. പക്ഷെ അവിടുന്ന് നമ്മൾ സാൻഡ് വ്യത്യസ്തമാണ് മനസ്സിലാക്കുന്നത്. റെഗുലർ ടീച്ചേഴ്സിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് അവർ പഠിപ്പിക്കുന്നതാണ് പഠിക്കുന്നത്. അതിന്റെ പുറമെയുള്ള ആഡ് ഓൺ മാത്രമാണ് വരുന്നത്. അല്ലാതെ റെഗുലർ എടുക്കുന്നതിന്റെ ഒരു ട്യൂഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. പൊതുവെ നമ്മളൊക്കെ ട്യൂഷന് പോയതാണ്. സ്കൂളിലൊരു സാധനം ചെയ്യുമ്പോൾ ട്യൂഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്തുകൊണ്ട് കയ്യടി വാങ്ങി നിൽക്കും. പക്ഷെ ആ ട്രെൻഡ് അല്ല സാൻഡിൽ എന്നുള്ളത് വലിയൊരു സംഗതി തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ നിലക്ക് നമുക്ക് പിന്നെ നമ്മുടെ പഠനത്തെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, സ്കൂൾ പഠനത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിക്ക് എക്സാൻവേയുടെ നമ്മുടെ ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സ്കൂളത്തെ പഠനവും ഈ പറഞ്ഞ എക്സാൻവേയുടെ ഓൺലൈൻ പഠനവും തമ്മിൽ അൻസിഫിന് എന്താ ഒരു വ്യത്യാസം അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്കൂളിൽ പഠിപ്പിക്കുക സാധാരണ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ എക്സാൻഡി ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിപ്പിക്കുക അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി അത് എങ്ങനെ ചെയ്യുക, അത് എവിടെയാണ് പ്രാക്ടിക്കലായി യൂസ് ചെയ്യുക എന്നൊക്കെയാണ് സാൻഡി ഫൗണ്ടേഷൻ കോഴ്സ്. വീഡിയോസിൽ നമുക്ക് കുറച്ചും കൂടി പിന്നെ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജിഫ് ഫയലുകളും അതേപോലെ തന്നെ സിമുലേഷൻസ് ഒക്കെ ഇവർക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ നമ്മളത് എക്സ്ട്രാ ഇങ്ങോട്ട് കൂടുതൽ ചാപ്റ്റേഴ്സിൽ എത്തുമ്പോഴത്തോളം അവർക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് തന്നെ അതിൽ ചെയ്യാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള പിന്നെ അൻസിഫിനെ പോലെ IIT സ്വപ്നം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടിയാണെന്ത് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. തീർച്ചയായിട്ടും 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ മാത്രം എക്സാം വൈയിൽ എത്തിയ പല കുട്ടികളും നമ്മുടെ 10ാം ക്ലാസ് കഴിയുമ്പോൾ പറയാറുണ്ട് ഇതൊരു 8ാം ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഭയങ്കര ബെറ്റർ ആവാമായിരുന്നു എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ തുടങ്ങുന്ന അൻസിഫിനെ പോലുള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യട്ടെ, IITയിൽ ഒരു ടോപ്പ് റാങ്ക് വാങ്ങി എന്ത് ചെയ്യണം, നമുക്കൊരു അഭിമാനമായിട്ട് എന്ത് ചെയ്യണം മാറേണ്ടത്. സാധിക്കാറില്ല. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളൊക്കെ കുട്ടികൾ ഈ 2x പ്ലേ ചെയ്യുന്ന പരിപാടി. അപ്പൊ ഇത് പ്ലേ ചെയ്തിക്കണോ ഇല്ല എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഏത് സ്പീഡിലാണ് പ്ലേ ചെയ്തത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇല്ല, അതും കൂടി ഡെവലപ്പ് ചെയ്തോടുന്നൊരു അഭിപ്രായമാണ്. കുട്ടികള് 6 മിനിറ്റ് 7 മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ പോലും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഉള്ളതാണ്. അതിലൊരിക്കലും പിന്നെ ഇതില് ഇപ്പൊ തുടക്കം മുതലേ കുട്ടികളെ നമ്മള് ഇന്നത് കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രയാസപ്പെട്ട് ചെയ്യാന്നുള്ളത് ഒരിക്കലും ആരും ചിന്തിക്കേണ്ട ആവശ്യം. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അറിയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ IIT കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല, ശ്രമിക്കാന്ന് മാത്രമല്ല. ഇപ്പൊ പലപ്പോഴും പല കുട്ടികളും +2 കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കേൾക്കുക. അതിന്റെ മുമ്പ് തന്നെ കേൾക്കാൻ പറ്റുന്ന ആ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. ഇപ്പൊ IIT കിട്ടില്ല, അതിന്റെ താഴത്തേക്ക് NIT ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സാധാരണ വളരെ നല്ലൊരു സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടണമെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം, അതിന്റെ കൺസെപ്റ്റ് അറിയണമല്ലോ. ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നുള്ളൂ. അല്ലാതെ ഇത് ചെറുപ്പം മുതലേ കുട്ടികളെ പിന്നെ ഇപ്പൊ സാധാരണ നമ്മളൊക്കെ IIT സന്ദർശിച്ചാണ്, ആന്ധ്രയിൽ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്.
അവിടുന്ന് വേറെ ഒന്നിനും പറ്റൂല. ഈ കോച്ചിങ്ങിന് ഇത് മുതലേ മാത്രം. ചെറുപ്പം മുതലേ പോയിട്ട് നമ്മളൊക്കെ കളിയാക്കി പറയുന്ന പോലെ ഇത് മാത്രം മുന്നിൽ കണ്ടിട്ട് വേറൊരു ലോകം അങ്ങനത്തെ ഒരു അവസ്ഥയും ഇല്ലല്ലോ. വളരെ വിശാലമായ ലോകമാണ്. അതിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ ബാക്കി നോക്കുള്ളത് തന്നെയാണ് എന്റെ സന്തോഷം. നമ്മുടെ ടീച്ചേഴ്സും അതിനെ ആ നിലക്കാണ് ഉള്ളത്. പല വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഒരു അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ ഇവർക്ക് നല്ലൊരു വെളിച്ചം ചെയ്യാൻ പറ്റും. പ്രയാസമായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അവർക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറയാം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, എക്സാം വൈക്കും വരുത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യട്ടെ, ഫ്യൂച്ചറിലെ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, സാക്ഷാത്കരിക്കട്ടെ. അൻസിഫിനെ പോലെ ഒരുപാട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും സ്വപ്നം കാണാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും അതേപോലെയുള്ള പിന്നെ കോഴ്സുകളിലേക്കും ഒക്കെയുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടി എന്നുള്ള നിലക്ക് ഈ ഒരു 6ാം ക്ലാസ്സിന്റെയും 7ാം ക്ലാസ്സിന്റെയും ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് എന്ത് ചെയ്യുക, നമ്മളും നമ്മുടെ മക്കളെ എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് കൂടുതൽ ഒരു ഐസൈറ്റ് അല്ലെങ്കിൽ ഒരു കൂടുതൽ ഓപ്പണിങ്സ് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇതിലൂടെയൊക്കെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. താങ്ക് യു അൻസിഫ്, താങ്ക് യു ഡോക്ടർ നസീഫ്. ഓക്കെ, ബൈ.